ഇന്ത്യൻ ഐ ടി വർക്ക് ഫോഴ്സ് ലോകത്തിലെ ഏറ്റവും വലുതാണെങ്കിലും AI കാലഘട്ടത്തിൽ നമ്മുടെ IT സെക്ടർ പിന്നോക്കം പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരാം. 2015 ഇൻഫോസിസ് CEO ആയിരുന്ന വിശാൽ സിക്ക പറഞ്ഞത് AI അടുത്ത വലിയ വിപ്ലവമാകുമെന്നാണ്. അദ്ദേഹം ഇൻഫോസിസിനെ കോഡിംഗ് മറികടന്ന് AI പ്ലാറ്റ്ഫോംസ് രൂപപ്പെടുത്താനുള്ള പദ്ധതിയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ IT സർവീസ് സെക്ടർ മാത്രമായി തുടർന്നാൽ ഭാവിയിൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും കോഫൗണ്ടറായ നാരായണമൂർത്തിയും ഡിവിഡൻഡ്സ് ആൻഡ് ഫിക്സഡ് സർവീസ് സെക്ടർ ഇൻകത്തിന് മുൻതൂക്കം നൽകി ദീർഘകാല ആറാണ്ടിയിൽ നിക്ഷേപം നിരസിച്ചു. ഈ കാരണം കൊണ്ട് 2017 സിക്ക രാജിവെച്ചു. ഇപ്പോൾ പോലും ഇൻഫോസിസ് അടക്കം ഇന്ത്യയിലെ എല്ലാ IT കമ്പനികളും അവരുടെ വരുമാനത്തിൻ്റെ വെറും 1% മാത്രമാണ് ആറാണ്ടിയിൽ ചെലവഴിക്കുന്നത്. അമേരിക്ക OpenAI, ഡീപ് മൈൻഡ്, NVIDIA എന്നിവരുടെ സഹായത്തോടെ ലോകത്തിലെ AI ലീഡർഷിപ്പ് നേടിയപ്പോൾ ചൈന അവരുടെ സർക്കാരിൻ്റെ പിന്തുണയും നിക്ഷേപവും കൊണ്ട് ഡീപ്സീക്ക് പോലുള്ള ലോകത്തെ ഞെട്ടിച്ച മോഡൽ ഇറക്കി. OpenAI പോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ IT കമ്പനികൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും അവർ ഡിവിഡൻഡ് ബൈബാക്കിൽ മാത്രമായി ചുരുങ്ങി. സിക്കയുടെ വിഷയം നടപ്പിലായിരുന്നെങ്കിൽ ഇൻഫോസിസ് ലോകത്തിലെ തന്നെ ഒരു മുൻനിര AI കമ്പനിയായി മാറിയേനെ.